സംഭവബഹുലമായ കാര്യങ്ങളൊക്കെയാണ് രാവിലെ മുതൽ നടക്കുന്നത്. രാവിലെ മുതൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ലൈവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ്. ഇപ്പോൾ 7:30 മണിയായി. എന്താണ് ലിവിങ് ഏരിയയിൽ വെച്ച് നമ്മുടെ അക്ബറും ഷാനവാസും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. ഉന്തും തള്ളിലും ഒക്കെ കലാശിച്ച് അതൊരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് പോകും എന്ന് തോന്നിയപ്പോൾ ബിഗ് ബോസ് രണ്ടുപേരെയും കൂടി അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്, കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോടാ മണ്ടാന്ന് വിളിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് റെന ഫാത്തിമ എഴുന്നേറ്റ് മസ്താനി എന്തോ ഗഷോർ കാണിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു. അപ്പോൾ ഈ പണിപ്പുര ടാസ്കിന്റെ കാര്യങ്ങൾ, പണിപ്പുര ടാസ്കിന്റെ പണിഷ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടനെ കാണാൻ 2 വീക്സ് ലാലേട്ടനെ കാണാൻ പറ്റാത്ത രണ്ടുപേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഒന്ന് ഷാനവാസും ഒന്ന് റെന ഫാത്തിമയാണ്. അപ്പോൾ അന്ന് പറയാനിരുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ ലൈവിൽ കണ്ടതാണ് ബിന്നിയും ശരത്തും അക്ബറും ഇവരെല്ലാവരും കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ മസ്താനിക്കെതിരെ പറയണം, അത് അങ്ങനെ എന്തോ ഒരു ഗഷോർ കാണിച്ചു എന്നും പറഞ്ഞിട്ടാണ്, എന്തോ ഒരു ആംഗ്യം കാണിച്ചു, കൈ വെച്ചിട്ട് വിരൽ കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു എന്നുള്ളതായിരുന്നു മസ്താനിക്കെതിരെയുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും പറയണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞതിനിടയ്ക്ക് അക്ബർ എല്ലാത്തിനും ഇടപെടുമല്ലോ. അക്ബർ എല്ലാം നല്ലത് പറയുന്ന പോലെയാണ്, അക്ബർ എല്ലാത്തിനും ഇടപെടും. അപ്പോൾ അങ്ങനെ ഇടപെട്ടപ്പോൾ എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസിനെ മണ്ടൻ എന്ന് വിളിച്ചു. ഷാനവാസ് മണ്ടൻ നിൻ്റെ അച്ഛനാന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളിൽ രണ്ടുപേരും കൂടി പരസ്പരം ഉന്തും തള്ളും ആയി. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് സംസാരിച്ചു. അനീഷ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും അതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ വിളിച്ചു. കൺഫെഷൻ റൂമിൽ വെച്ചും രണ്ടുപേരും തമ്മിൽ വീണ്ടും സംസാരവും വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോൾ കൺഫെഷൻ റൂമിൽ ഇപ്പോഴും അക്ബറിനെയും ഷാനവാസിനെയും അവിടെ ഇരുത്തി സംസാരിക്കണം. നിങ്ങൾ കുട്ടികളാണോ? നിങ്ങൾക്ക് വേറെ നാണമില്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഈ വഴക്കുണ്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. നിങ്ങളുടെ എത്രാമത്തെ തവണയാണ് ഞാനിങ്ങനെ വിളിച്ച് ഇവിടെ വാൺ ചെയ്യുന്നത്? പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രത്യേക സമയം എല്ലാ ദിവസവും നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഒരു സമയം ഞാൻ നിശ്ചയിച്ചിട്ട് ഇനി ചെയ്യണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് കൺഫെഷൻ റൂമിൽ രണ്ടുപേരും ഇരിപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം രണ്ടുപേരും ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് പോകുമെന്ന് കണ്ടപ്പോഴാണ് വിളിച്ചത്. എന്താ പറയുക, നമ്മുടെ ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. രണ്ടുപേരും ഇപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു അവസ്ഥയാണ്. എന്തായാലും ഇവിടെ കിച്ചണിൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന, അവിടെ എന്തൊക്കെ വറുത്ത് തിന്നുന്ന, എന്തായാലും അനീഷിനെ നമ്മുടെ ആദിലയും നൂറായും കൂടി കളിയാക്കിക്കൊണ്ട് ഞാൻ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഞാൻ